Election Puram, co-presented by Berger Paints, 100 Years of Trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. നമസ്കാരം. ഇലക്ഷൻ പൂരത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇനി 4 ദിവസം മാത്രമാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 4 ദിവസവും കൊട്ടിക്കലാശത്തിന്റെ പ്രതീതി ഉണ്ടാക്കുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുമാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ അവസാനത്തെ ഞായറാഴ്ചയാണ് ഇന്ന്. അതുകൊണ്ട് പരമാവധി വോട്ടർമാരെ നേരിൽ കാണുവാനുള്ള അവസരം സ്ഥാനാർത്ഥികൾക്ക് കിട്ടുന്നതും ഇന്നാണ്. ഇന്ന് എല്ലാ മണ്ഡലങ്ങളിലും വാശിയേറിയ പ്രചാരണങ്ങളാണ് നടത്തുന്നത്. ഏതെല്ലാം മേഖലകളിലേക്കാണ് തങ്ങൾക്ക് കടന്നു ചെല്ലാൻ പറ്റാത്തത് അവിടെ പോലും ഇന്ന് ശ്രദ്ധ ചെലുത്തിക്കൊണ്ടുള്ള, പ്രത്യേകിച്ച് ഇപ്പോൾ തിരുവനന്തപുരം മണ്ഡലം നോക്കുകയാണെങ്കിൽ ഈ കോസ്റ്റൽ ഏരിയയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയാണ് സ്ഥാനാർത്ഥികൾ. ഇനി നമ്മൾ ഈ 1.5 മണിക്കൂർ ചർച്ച ചെയ്യാൻ പോകുന്നത് 3 പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ: തൃശ്ശൂർ, പൊന്നാനി, ചാലക്കുടി. അതിൽ ഏറ്റവും ദേശീയ പരിവേഷമുള്ള, താരപരിവേഷമുള്ള തൃശ്ശൂർ മണ്ഡലം തൊട്ട് നമ്മൾ തൃശ്ശൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ 20 മണ്ഡലങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന 2 മണ്ഡലങ്ങൾ എടുത്താൽ അതിൽ ഒന്ന് തൃശ്ശൂരായിരിക്കും. തിരുവനന്തപുരവും തൃശ്ശൂരുമാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന മണ്ഡലങ്ങൾ. അതിന് കാരണം BJP ജയിക്കുമോ എന്നുള്ള കാര്യമാണ്. ത്രികോണ മത്സരം നടക്കുന്നുവെന്ന് എല്ലാ പാർട്ടികളും അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പോലും അതിൽ 2 മണ്ഡലങ്ങളിലാണ് യഥാർത്ഥത്തിൽ ത്രികോണ മത്സരം നടക്കുന്നത്. അതിൽ ഒരു മണ്ഡലമാണ് തൃശ്ശൂർ. തൃശ്ശൂരിൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ പൂരത്തിന്റെ വിവാദം കൂടി വന്നതോടുകൂടി കൂടുതൽ ആവേശത്തിലായിരിക്കുകയാണ്. അതുമാത്രമല്ല, അത് പരമാവധി ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി BJP ശ്രമിക്കുന്നുമുണ്ട്. മറ്റൊരു മണ്ഡലം ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് പൊന്നാനിയാണ്. ലീഗിന്റെ പൊന്നാപുരം കോട്ടയായ പൊന്നാനി, ഇടതുപക്ഷം പരീക്ഷണശാലയാക്കിയിരിക്കുന്ന പൊന്നാനിയിൽ ഇത്തവണ എന്തായിരിക്കും എന്ന് നോക്കണം. പക്ഷെ പൊന്നാനിയിൽ വലിയ ആവേശമൊന്നും ഇല്ല എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എങ്കിൽ പോലും ഒരു അവസാനം ഒരു കൈ നോക്കാൻ, അതിനെ 2014 താരതമ്യം ചെയ്യിപ്പിച്ചുകൊണ്ട് അതിനെ ഒരു ബിഗ് ഫൈറ്റിന്റെ രൂപത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇടതുപക്ഷം പരമാവധി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ പൊന്നാനിയും ശ്രദ്ധയാകർഷിക്കുകയാണ്. ലീഗിന് ഇത്തവണ എത്രമാത്രം നേട്ടമുണ്ടാക്കാൻ കഴിയും, ഭൂരിപക്ഷം കൂട്ടാൻ കഴിയുമോ, അത് കുറയ്ക്കുവാൻ LDFന് കഴിയുമോ എന്നുള്ള ചർച്ചകൾ കൂടി പൊന്നാനിയിലുണ്ട്. മണ്ഡലം ചാലക്കുടിയാണ്. ഇടതും വലതും ഒരുപോലെ നോക്കുന്ന, 2 മുന്നണികളെയും ഒരുപോലെ സഹായിച്ചിട്ടുള്ള മണ്ഡലം കൂടിയാണ് ചാലക്കുടി. പക്ഷേ ഇത്തവണ വാശിയുണ്ട്. കാരണം 2014 താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ ചാലക്കുടിയിൽ വേണമെങ്കിൽ ഇടതുപക്ഷത്തിന് ഒരു അട്ടിമറി വിജയം നേടാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അത് മാത്രമല്ല 2020 എന്ന പാർട്ടിയുടെ സ്വാധീനം കൂടി എന്നുള്ളതാണ്. 3 റിപ്പോർട്ടർമാരാണ് ചേരുന്നത്. തൃശ്ശൂരിൽ നിന്ന് ER രാഗേഷ് ഉണ്ട്, പൊന്നാനിയിൽ നിന്ന് അനുമോദ്, ഒപ്പം ചാലക്കുടിയിൽ ടോം കുര്യാക്കോസ് ഉണ്ട്. ഈ 3 പേരും ചേരുകയാണ്. തൃശ്ശൂരിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയുന്നതിന് വേണ്ടി ER രാഗേഷ്, ചാലക്കുടിയിൽ ടോം കുര്യാക്കോസ്. ചാലക്കുടിയിൽ ടോം നിൽക്കുന്നത് അങ്കമാലിയിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമാണ് ചാലക്കുടിയിലെ അങ്കമാലി. കത്തോലിക്ക സഭയുടെ വോട്ടുകൾ നിർണായകമാകുന്ന മണ്ഡലം. അട്ടിമറി നേടുവാനായിട്ട് LDFന് കഴിയാതെ പോകുന്നതിനൊരു കാരണം അങ്കമാലിയുടെ ഒരു സാന്നിധ്യമുണ്ട്. അതുപോലെ പൊന്നാനിയിൽ നിൽക്കുന്നത് CV അനുമോദാണ്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഷുവർ സീറ്റ് എന്ന് പറയാവുന്ന മണ്ഡലത്തിൽ ഒന്നുകൂടിയാണ് പൊന്നാനി. ഏത് തരത്തിലാണ് നമുക്ക് നോക്കാം. 1/2 മണിക്കൂർ വീതം ഓരോ മണ്ഡലങ്ങൾക്കായി മാറ്റിവെക്കുമ്പോൾ നമ്മൾ തൃശ്ശൂരിലേക്കാണ് കടക്കുന്നത്. തൃശ്ശൂര് ഇടതുപക്ഷത്തോട് എല്ലായ്പ്പോഴും കൂടുതൽ തവണയും കാണിച്ചിരിക്കുന്ന തൃശ്ശൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും ഒരേപോലെ, അതായത് ഒരു തവണ LDF ജയിക്കുകയാണെങ്കിൽ അടുത്ത തവണ UDF ജയിക്കുന്ന ഒരു സാഹചര്യമാണ് തൃശ്ശൂർ മണ്ഡലത്തിൽ ഈ അടുത്ത കാലത്തായി കണ്ടുവരുന്നത്. അതേസമയം തന്നെ തുടർച്ചയായിട്ട് UDFനെയും തുടർച്ചയായിട്ട് LDFനെയും സഹായിച്ച പാരമ്പര്യവും തൃശ്ശൂരിനുണ്ട്. കരുണാകരനെ പോലും തോൽപ്പിച്ച തൃശ്ശൂരിൽ ഇത്തവണ സുരേഷ് ഗോപി എന്ന ഒരു ഇമേജ് വെച്ചുകൊണ്ടാണ് BJPയുടെ ശ്രമം നടക്കുന്നത്. അത് മാത്രമല്ല, 2019 അറിയാമല്ലോ, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ അവതരിപ്പിച്ചപ്പോൾ 17% വോട്ടുകളാണ് 2014 കൂടുതലായിട്ട് നേടുവാൻ BJPക്ക് കഴിഞ്ഞത്. അതൊരു റെക്കോർഡാണ്. കാരണം ഇത്രയും വോട്ടുകൾ ഒറ്റ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂട്ടുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. വോട്ട് വിഹിതം ഇത്തവണ ഏകദേശം ഒരു 33-34% കൂട്ടുക എന്നുള്ള ഒരു പ്രതീക്ഷയാണ് പ്രധാനമന്ത്രി തന്നെ കേരളത്തിൽ തന്നെ എവിടെയാണ് പ്രചാരണം തുടങ്ങിയത് BJP എന്ന് ചോദിച്ചാൽ അനൗദ്യോഗികമായി അത് തൃശ്ശൂർ തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ താരപ്രചാരകനായി അവതരിച്ച സ്ഥലം തൃശ്ശൂർ തന്നെയാണ്. ഏറ്റവും ഒടുവിൽ തൃശ്ശൂരിൽ ഇന്നലെ സംഭവിച്ച ഒരു കാര്യമാണ് ഇപ്പോൾ ഏറെ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ പൂരത്തിലെ വെടിക്കെട്ട് അത് മുടങ്ങി.
അതിനുള്ള കാരണക്കാർ ആര് എന്നുള്ള ചർച്ച ഇപ്പോൾ തൃശൂർ മണ്ഡലത്തിൽ ഉയരുകയാണ്. അത് ഏറ്റവും കൂടുതൽ പോലീസിനെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. എല്ലാ മുന്നണികളും പോലീസിനെ തള്ളി പറഞ്ഞിട്ടുണ്ട്, എല്ലാ സ്ഥാനാർത്ഥികളും. പക്ഷേ ഇക്കാര്യത്തിൽ LDF ഇക്കാര്യത്തിൽ ബാക്ക് ഫുട്ടിലാണ് അപർണ. കാരണം ഇത് പോലീസിന്റെ വീഴ്ചയാണ് എന്നുള്ള കാര്യം സർക്കാരിന് പോലും സമ്മതിക്കേണ്ടി വന്നിരിക്കുകയാണ്. അത് മാത്രമല്ല CPM-ന്റെ ജില്ലാ കമ്മിറ്റി അവിടെ ഒരു പ്രസ്താവന പോലും ഇറക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. പൂരം വെടിക്കെട്ട് മുടങ്ങുവാനുള്ള കാരണം പോലീസാണെന്ന്. അപ്പോൾ അവിടെ LDF-നെതിരെ ഇത് കൂടുതലായിട്ട് ഉന്നയിക്കുവാൻ തീർച്ചയായിട്ടും കഴിയും. UDF-നും BJP-ക്കും ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്നത് അത് BJP-ക്ക് ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഉണ്ടായിരുന്നു, അതുകൊണ്ട് മന്ത്രിമാർക്ക് ഇടപെടാൻ കഴിഞ്ഞില്ല എന്നൊരു ന്യായീകരണം. പക്ഷേ മന്ത്രിമാർക്ക് ഇടപെടാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഇതേ മന്ത്രിമാർ തന്നെയാണ് വന്ന് പൂരത്തിന് ഒരു കുഴപ്പവും ഉണ്ടാകില്ല. ഇപ്പോൾ K. രാജൻ ഓരോ ദിവസവും കൃത്യമായിട്ട് അത് വിലയിരുത്തുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല പൂരത്തിന്റെ ഈ എഴുന്നള്ളത്ത് മുടങ്ങും എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിച്ചുവല്ലോ ഈ വനം വകുപ്പിന്റെ ഒക്കെ നിയമങ്ങൾ വന്നതോടുകൂടി. അതുപോലും അവസാന നിമിഷം ആ സർക്കുലർ പിൻവലിപ്പിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോൾ എങ്ങനെയാണ് ഈ പോലീസിന്റെ ഇടപെടൽ അവിടെ ഉണ്ടായത് എന്നുള്ള ചോദ്യം തൃശൂർ മണ്ഡലത്തിൽ ഇപ്പോൾ ഉയർന്നു വരികയാണ്. ER രാഗേഷ് ഉണ്ട് തൃശ്ശൂരിൽ നിന്ന്. രാഗേഷ്, ഈ നിമിഷം 4 ദിവസം മാത്രം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുള്ളപ്പോൾ ഓരോ വോട്ടുകളും നിർണായകമാകുന്ന ഒരു മണ്ഡലമാണ് തൃശൂർ മണ്ഡലം. അവിടെ ഈ പൂരം വെടിക്കെട്ട് ആര് മുടക്കി എന്നുള്ള ചോദ്യം ഇപ്പോൾ ഉയർന്നു വരുന്നില്ലേ? അതിൽ ഏറ്റവും കൂടുതൽ ഈ വിഷയം ഉന്നയിക്കുന്നത് ആരാണ്? മഞ്ജുഷ്, ഏതായാലും വോട്ടെടുപ്പിന് ഇനി 5 ദിവസം മാത്രം ബാക്കി നിൽക്കെ തൃശൂർ പൂരം അവസാനിച്ചെങ്കിലും ഈ പൂരത്തിന്റെ അലയൊലികൾ അവസാനിച്ചിട്ടില്ല. അതൊരു പ്രചാരണ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം തൃശൂർക്കാരെ സംബന്ധിച്ച് തൃശൂർ പൂരം ഒരു വൈകാരിക വിഷയമാണ്. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടുകൂടിയായിരുന്നു ആദ്യം മുതൽ സർക്കാർ ഇടപെട്ടിരുന്നത്. പ്രത്യേകിച്ച് CCF-ന്റെ ഉത്തരവ് 50 മീറ്റർ അകലം പാലിക്കണമെന്ന ഉത്തരവ് വന്നപ്പോൾ തന്നെ സർക്കാർ അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ക്ഷേത്ര കമ്മിറ്റികൾക്കൊപ്പം ഇരു ദേശങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ അപ്രതീക്ഷിതമായാണ് ഏതായാലും ഈ തിരുവമ്പാടിയുടെ രാത്രിയുള്ള മഠത്തിൽ വരവിന് ഇടയുണ്ടായ പോലീസ് ഇടപെടലും പിന്നീട് വെടിക്കെട്ട് പുലർച്ചെ നടക്കേണ്ട വെടിക്കെട്ട് രാവിലെ നടക്കേണ്ട സാഹചര്യവും ഉണ്ടായത്. കാരണം ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഒറ്റ പ്രശ്നങ്ങളും ഇല്ലാതിരിക്കാനുള്ള ഇടപെടൽ അല്ലെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. പക്ഷേ മുൻപത്തെ കാര്യം നോക്കുകയാണെങ്കിൽ 2016 സമാനമായ രീതിയിൽ പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടത്തിന് ശേഷം തൃശൂർ പൂരം ആനയെഴുന്നള്ളിപ്പിനും ഒപ്പം ഈ വെടിക്കെട്ട് അനുമതിക്കുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അന്ന് ഇരു ദേശങ്ങളും ഇരു വിഭാഗങ്ങളും വടക്കുന്നാഥിന് മുമ്പിൽ പ്രതിഷേധമിരിക്കുന്ന സാഹചര്യം പോലും അന്ന് ഉണ്ടായിട്ടുള്ളതാണ്. അന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനെ അനുകൂലിച്ച് ഈ സമരത്തെ പ്രതിഷേധത്തെ അനുകൂലിച്ച് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ അപ്രതീക്ഷിതമായാണ് ഈ പോലീസ് ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഇതിനെ ഒരേ സ്വരത്തിൽ തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പോലീസിനെ ഒരേ സ്വരത്തിൽ തന്നെയാണ് തള്ളിക്കളഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ രാകേഷ് ഒരു കാര്യം, ഇക്കാര്യത്തിൽ എത്രമാത്രം പോലീസിനെ തള്ളിപ്പറഞ്ഞാലും ഇത് ഇടതുപക്ഷത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമല്ലേ? പ്രത്യേകിച്ച് ഹിന്ദു വോട്ടുകൾ പരമാവധി സമാഹരിക്കുവാനുള്ള ശ്രമം നടക്കും. അത് സുരേഷ് ഗോപി അതിനുള്ള തീവ്ര ശ്രമം നടത്തും. അതുമാത്രമല്ല 17% വോട്ടുകൾ കഴിഞ്ഞ തവണ 2014 കൂടുതൽ BJP-ക്ക് കിട്ടിയ ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ഈ വോട്ടുകൾ കൂട്ടുവാനുള്ള ഒരു പ്രധാനപ്പെട്ട ആയുധമായിട്ട് ഈ പൂരത്തിലെ ഈ ഒരു അസ്വാരസ്യം അത് ഉപയോഗപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. ഇതിൽ ഈ 3 മുന്നണികളെ വെച്ച് നോക്കുമ്പോൾ പിന്നോട്ട് പോകുന്നത് സ്വാഭാവികമായിട്ടും LDF ആയിരിക്കുമല്ലോ. പ്രചാരണം മാറുന്നുണ്ട്. ഈ അവസാന ലാപ്പിലെ പ്രചാരണം ഈ പൂരവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ അസ്വാരസ്യങ്ങൾ ഈ സ്ഥാനാർത്ഥികളുടെ പ്രതികരണങ്ങൾക്ക് അപ്പുറത്തേക്ക് പ്രചാരണത്തിലും അത് പ്രതിഫലിക്കുന്നുണ്ടോ? തീർച്ചയായും ഒരു പ്രചാരണ വിഷയമായി ഇത് മാറുകയാണ് പറഞ്ഞ അതാണ് സൂചിപ്പിച്ച് വന്നത്. കാരണം ഇത് പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനുള്ള ഇടപെടൽ ആദ്യഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും പക്ഷേ ഈ വെടിക്കെട്ട് വൈകിയതും ഒപ്പം തന്നെ മഠത്തിൽ വരവിനിടയിലുണ്ടായ പോലീസ് ഇടപെടലും ഏതായാലും ഒരു രാഷ്ട്രീയ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. UDF ക്യാമ്പ് ഏതായാലും ഒരുപോലെ സർക്കാരിനെയും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെയും വിമർശിക്കുന്നു. കാരണം പോലീസ് സർക്കാരിന് കീഴിലാണ്. ഇടതുപക്ഷം LDF ഏത് തരത്തിൽ പോലീസിനെ തള്ളി പറഞ്ഞാലും സർക്കാർ മുഖ്യമന്ത്രി വകുപ്പെന്ന ആഭ്യന്തര വകുപ്പിന് കീഴിലാണ് പോലീസ് എന്ന വിമർശനം UDF ക്യാമ്പ് ഉന്നയിച്ചു കഴിഞ്ഞു. ഒപ്പം BJP-ക്ക് വേണ്ടി വോട്ട് മറിക്കാനാണ് ഒരു ശ്രമങ്ങൾ ഉണ്ടായത്. അങ്ങനൊരു ഇടപെടൽ കൂടി UDF ഏതായാലും ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. BJP ക്യാമ്പും സർക്കാരിനെതിരെ വിമർശിക്കുമ്പോൾ പോലും അതിന് തൃശ്ശൂർക്കാരായ ജനങ്ങൾ മറുപടി നൽകും. ഈ പൂരം തടസ്സപ്പെടുത്തിയവർക്കുള്ള മറുപടി നൽകും എന്നാണ് പറയുന്നത്. ഒപ്പം ദേവസ്വങ്ങളെ അനുകൂലിച്ച് നിൽക്കുന്ന നിലപാടാണ് 3 മുന്നണികളും സ്വീകരിച്ചിരിക്കുന്നത്. LDF ഈ വിഷയത്തിൽ LDF നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രതിരോധത്തിലാണെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ LDF ക്യാമ്പും ഒന്നടങ്കം തന്നെ ആദ്യഘട്ടം മുതൽ പോലീസ് കമ്മീഷണർ ഇടപെടലിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് രംഗത്ത് വരുന്നത്. അതായത് ഒരു ഗൂഢാലോചന സംശയിക്കുന്നു എന്നുള്ള രീതിയിലാണ് LDF ക്യാമ്പ് പറയുന്നത്. അതായത് ഈ പൂരം മനഃപൂർവ്വം മുടക്കിക്കൊണ്ട് അല്ലേ അങ്ങനെ ഒരു
വിഷയം ഉയർത്തിക്കൊണ്ടുവരുവാൻ BJP ശ്രമിച്ചു എന്നാണ് LDF-ന്റെ ആരോപണം. പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ, എന്തായാലും നമ്മൾ ആ പൂരം വിഷയത്തിൽ നിൽക്കുന്നത് കൊണ്ട് രാകേഷ്, പൂരത്തിന്റെ ഫ്ലോട്ടുകളിൽ രാമക്ഷേത്രം ഉയർന്നതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലെല്ലാം ഉയർന്നൊരു വിഷയമുണ്ട്. അത് തൃശ്ശൂരിന്റെ മാറിമറിയുന്ന ഒരു സമവാക്യത്തെ വ്യക്തമാക്കുകയാണോ, പ്രതിഫലിക്കുകയാണോ എന്നൊരു ചോദ്യമുണ്ട്. ഈ വിഷയം ഈ അവസാന ദിവസങ്ങളിൽ പ്രചാരണത്തിൽ വരുന്നുണ്ടോ? അതൊരു ആത്മവിശ്വാസം BJPക്ക് കൂടുതലായി നൽകിയിട്ടുണ്ടോ ഈ സമയത്ത്? കുടമാറ്റത്തിലെ സ്പെഷ്യൽ കുടകളുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വലിയ വിമർശനം ഉയരുന്നുണ്ടെങ്കിൽ പോലും ഏതായാലും പ്രചാരണ രംഗത്ത് അത്രമേൽ ചർച്ചയ്ക്ക് വന്നിട്ടില്ല ആ വിഷയം. പ്രചാരണ രംഗത്ത് ഏതായാലും തൃശ്ശൂർ പൂരത്തെ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഏതായാലും ഈ ഘട്ടത്തിൽ വലിയ ചർച്ചയായിരിക്കുന്നത്. കാരണം മൂന്ന് മുന്നണികളും ഒരേ സ്വരത്തിൽ പോലീസ് നടപടിയെ തള്ളിപ്പറയുന്നുണ്ട്. ഒപ്പം തന്നെ രാഷ്ട്രീയമായ വിമർശനങ്ങൾ കൂടി ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും UDF ക്യാമ്പ് ആ നിലയ്ക്ക് മുന്നേറുമ്പോൾ BJP ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വാദം, പ്രത്യേകിച്ച് ഇവിടെ ഏറ്റവും ആദ്യം എത്തിയത് സുരേഷ് ഗോപി ആണെന്ന വാദം അദ്ദേഹം തന്നെ ഉന്നയിച്ചു കഴിഞ്ഞു. അപ്പോൾ സുരേഷ് ഗോപി അടക്കമുള്ളവർ ഉന്നയിക്കുന്നത് തൃശ്ശൂർക്കാരായ ജനങ്ങൾ ഇതിന് മറുപടി നൽകുമെന്നാണ്. കാരണം തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം പൂരം ഒരു വൈകാരിക വിഷയമാണ്. അതുകൊണ്ട് തന്നെ അത് ഏത് തരത്തിൽ വോട്ടിംഗ് പാറ്റേണിനെ ബാധിക്കുമെന്ന് കണ്ടറിയേണ്ട വിഷയമാണ്. മറിച്ച് സ്പെഷ്യൽ കുടയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഏതായാലും ഈ ഘട്ടത്തിൽ തൃശ്ശൂരിൽ പ്രചാരണ രംഗത്തേക്ക് ഏറ്റവും അവസാനം വന്നിരിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടാണ് പൂരം ആദ്യം തൃശ്ശൂരിനെ കുറിച്ചുള്ള ചർച്ച. ഇടതുപക്ഷം പ്രതിരോധത്തിലാവുന്ന ഒരു സാഹചര്യം. പക്ഷേ VS സുനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷ ക്യാമ്പുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതീക്ഷയും ഇതിനകത്ത് പ്രചാരണ രംഗത്ത് ആദ്യഘട്ടത്തിലെല്ലാം ഉണ്ടായിരുന്നതാണ്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ തൃശ്ശൂരിൽ ഓരോ ചലനവും നിർണായകമാണ്. കാരണം കഴിഞ്ഞ തവണ 39% വോട്ട് TN പ്രതാപൻ പിടിച്ചു, ഏറെ മുന്നിലാണ് എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും കാര്യമില്ല. ഇത് മറ്റു വർഷങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി കൂടെ താരതമ്യം മാത്രമല്ല, കെ മുരളീധരൻ വരുമ്പോൾ ഒരുപക്ഷെ TN പ്രതാപൻ ഉണ്ടായിരുന്നതിനേക്കാളും ഒരു ഫർലോങ് മുകളിലേക്ക് കോൺഗ്രസിന്റെ ആത്മവിശ്വാസം പോയിട്ടുണ്ട്. മുന്നണിയിൽ പ്രവർത്തകർ അതനുസരിച്ച് കൂടുതൽ ഊർജ്ജസ്വലരായി. അപർണ ഇപ്പോൾ തൃശ്ശൂർ മണ്ഡലത്തിൽ പോയ ആളാണല്ലോ. അവിടെ അങ്ങനെ ഒരു മുന്നണിക്ക് കൃത്യമായ മേധാവിത്വം എന്ന രീതിയിൽ അങ്ങനെ പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം. മാത്രമല്ല, ഈ കരുവന്നൂരിന്റെ അടക്കമുള്ള വിഷയങ്ങളൊക്കെ ഇടതുപക്ഷത്തിന് നല്ല പ്രാതിനിധ്യമുള്ള ഒല്ലൂര്, നാട്ടിക, പുതുക്കാട് പോലെയുള്ള സ്ഥലങ്ങളിൽ ഏത് തരത്തിലായിരിക്കും സ്വാധീനിക്കുക എന്നത് ഇടത് മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ആശയക്കുഴപ്പവും ഒരു തലവേദനയും ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. ആ വോട്ടുകൾ, ആ ഒരു 30,000-ഓളം വോട്ടുകളൊക്കെയാണ് UDF ക്യാമ്പ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. മണ്ഡലങ്ങളിൽ 7 മണ്ഡലങ്ങളിലും ഇപ്പോൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് എല്ലായിടത്തും LDF ആണ്. പക്ഷെ അതുമായിട്ടല്ല താരതമ്യപ്പെടുത്തേണ്ടത്. 2019 93,000 വോട്ടിന്റെ കൂറ്റൻ ലീഡായിരുന്നു TN പ്രതാപന് ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെ സുരേഷ് ഗോപി പിടിച്ച 2,93,000 വോട്ടുകൾ അത് അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. അതിൽ നിന്നാണ് സുരേഷ് ഗോപിക്ക് ഒരു 3,50,000 വോട്ടുകളൊക്കെ കിട്ടുകയാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പിന്നെയും വോട്ട് വിഹിതം കൂട്ടിയ ഒരു ചരിത്രം സുരേഷ് ഗോപി ഇത്തവണ ലക്ഷ്യമിടുന്നത് എന്തായാലും കഴിഞ്ഞ തവണത്തെ 293 എന്നതിൽ നിന്ന് ഒരു 350 മുകളിലേക്ക് വോട്ട് പിടിക്കുക എന്നുള്ളതാണ്. അത് മാത്രമല്ല 3 സ്ഥാനാർത്ഥികളും ഏതാണ്ട് ഒരേപോലെ ഒരു 30% മുകളിൽ വോട്ടുകൾ പിടിച്ചു കഴിഞ്ഞാൽ ഒരു 33-34% വോട്ടുകളിലേക്ക് വരികയാണെങ്കിൽ അതൊരു നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റിലേക്ക് വന്ന് അവസാനം ജയിച്ചു കയറുവാൻ ആർക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ എന്തായാലും കേരളത്തിൽ ഏറ്റവും വലിയ ഫൈറ്റ് നടക്കുന്ന മണ്ഡലമായിട്ട് തൃശ്ശൂർ മാറിക്കൊണ്ടിരിക്കുകയാണ്. CPIയുടെ ആ ഒരു പ്രതീക്ഷ, CPM-ഉം CPI-യും തമ്മിൽ മത്സരിച്ച കാലത്തു പോലും ജയിച്ച ചരിത്രം CPI-ക്കുണ്ട്. പക്ഷേ അതൊക്കെ ഇത്തവണ ഏത് തരത്തിൽ വർക്കൗട്ട് ആകുമെന്നെല്ലാം തൃശ്ശൂരിൽ മറ്റു വിഷയങ്ങൾ കൂടിയുണ്ട്. അതിലേക്ക് വരാം. ഒരു ചെറിയ ഇടവേള എടുത്തതിന് ശേഷം അതിലേക്ക് വരാം. രാകേഷ് തുടരുന്നുണ്ട്. വടക്കുംനാഥ സന്നിധിയിലാണ് ER രാകേഷ് ഉള്ളത്. തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. മറ്റു നിലയ്ക്ക് പറഞ്ഞോ, അത്ര തെക്കേണ്ടി ഇലക്ഷൻ പൂരത്തിൽ തൃശൂർ തുടരുകയാണ്. ഇത്തവണ ക്രൈസ്തവ വോട്ടുകൾക്ക് നിർണായക സ്വാധീനമുള്ള ഒരു മണ്ഡലം കൂടിയാണ്, ലോക്സഭാ മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ. പ്രധാനമായിട്ടും BJPയെ സംബന്ധിച്ചിടത്തോളം BJP ഏറെ പ്രതീക്ഷ പ്രകടമാക്കുന്നത് പരസ്യമായിട്ടും പരോക്ഷമായിട്ടും. സുരേഷ് ഗോപി മത്സരിക്കാൻ വന്ന സമയത്ത് തന്നെ ഈ ക്രൈസ്തവ വോട്ടുകൾ BJPയിലേക്ക് കേന്ദ്രീകരിക്കും, അല്ലെങ്കിൽ ക്രൈസ്തവ വോട്ടുകൾ BJPക്ക് കിട്ടുമെന്ന രീതിയിലുള്ള വലിയ പ്രചാരണം ഉണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ സഭ ഇക്കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കാത്തത് എല്ലാ പാർട്ടികളെയും കുഴയ്ക്കുന്ന ഒരു കാര്യമാണ്. കൃത്യമായ ഒരു നിലപാട് നല്ല അടുപ്പമുള്ള ഒരാളാണ് VS സുനിൽകുമാർ. അങ്ങനെ 3 പേരും അത് ഇപ്പോൾ സുരേഷ് ഗോപിയും ഇപ്പോൾ സഭയുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുന്നയാളാണ്. മുരളീധരൻ സ്വാഭാവികമായിട്ടും ഉള്ളയാളാണ്. VS സുനിൽകുമാർ മാത്രമല്ല ആ നാട്ടുകാരൻ കൂടിയാണ്. അതുകൊണ്ട് VS സുനിൽകുമാറിന് 3 പേരോട് ചോദിച്ചപ്പോഴും ക്രൈസ്തവ വോട്ടുകൾ തങ്ങൾക്ക് കിട്ടും എന്നുള്ള ഉറപ്പ് ഈ 3 സ്ഥാനാർത്ഥികളും അത് ഏത് വോട്ടും ആരോടും ചോദിച്ചാലും അവർ ഞങ്ങൾക്ക് കിട്ടും എന്ന് തന്നെ പറയും. പക്ഷേ ക്രൈസ്തവ വോട്ടുകൾ നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് എങ്ങോട്ട്
വോട്ട് ചായും എന്ന കാര്യത്തിൽ അത് ഉറപ്പിച്ച് പറയുവാൻ പറ്റില്ല. മാത്രമല്ല സഭ ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കാത്തിടത്തോളം കാലം എന്താണ് സഭയുടെ മനസ്സിലുള്ളത്, വിശ്വാസികളുടെ മനസ്സിലുള്ളത് എന്ന് അറിയുവാൻ കഴിയുകയില്ല. പക്ഷേ മുൻപത്തേക്കാൾ BJP-യോട് ഒരു എതിർവികാരം പൂർണ്ണമായിട്ടും ഇല്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് അവരുടെ പല സൂചനകളിൽ നിന്നും വ്യക്തമാണ്. പക്ഷേ ഇത് എങ്ങനെ വോട്ടായി മാറും കൊടുത്ത് ഒരു പടി മുന്നിലേക്ക് കടന്നു സുരേഷ് ഗോപി എന്നുള്ള വിലയിരുത്തലുകൾ ഒരു വശത്തൊക്കെ വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് തൃശ്ശൂരിനെ സംബന്ധിച്ചോളം. എന്തായാലും തൃശ്ശൂരിൽ ഈ അവസാന ലാപ്പിൽ എന്താണ് ഈ സഭാ വോട്ടുകൾ സമാഹരിക്കുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ വോട്ടുകൾ സമാഹരിക്കുന്നതിന് വേണ്ടി എന്ത് തന്ത്രമാണ് ഓരോ മുന്നണികളും പയറ്റുന്നത്? ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ വീണ്ടും രാകേഷ് ചേരുകയാണ്. വടക്കുംനാഥ ക്ഷേത്രത്തിന് മുന്നിലാണ് രാകേഷ് ചേരുന്നത്. രാകേഷ്, ഈ ക്രൈസ്തവ വോട്ടുകൾ എങ്ങോട്ട് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ചർച്ചകൾ തുടരുകയാണ്. നമ്മൾ പലതവണ ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. ഇതിലിപ്പോഴും മനസ്സ് തുറക്കാത്ത സഭാ നേതൃത്വം അതല്ലേ തൃശ്ശൂരിൽ കാണുന്നത്? മഞ്ജുഷ, അങ്ങനെ തന്നെ കാണാം. കാരണം നമ്മൾ പൊതുവെ സംസ്ഥാനത്ത് മൊത്തം ത്രികോണ പോരാട്ടം എന്ന് പറയുമ്പോൾ പോലും യഥാർത്ഥത്തിൽ വിരലിലെണ്ണാവുന്ന ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തൃശ്ശൂര്. പ്രത്യേകിച്ച് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി BJP സമാഹരിച്ച വോട്ടോടുകൂടിയാണ് തൃശ്ശൂരിന് ഏതായാലും അത്തരത്തിലൊരു ത്രികോണ പോരാട്ടത്തിന്റെ സ്വഭാവത്തിലേക്ക് BJP വന്നത്. മാത്രമല്ല BJP ദേശീയ നേതൃത്വം വലിയ രീതിയിൽ പ്രതീക്ഷ വെക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് തൃശ്ശൂർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യം പ്രചാരണം തുടങ്ങിയതും തൃശ്ശൂരിൽ നിന്നാണ്, വനിതാ സംഗമത്തോടു കൂടിയാണ്. അപ്പോൾ അവർ കേരളത്തിൽ കാണുന്ന അല്ലെങ്കിൽ കണക്കാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒന്നാമത്തെ മണ്ഡലം എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. ഏതായാലും മഞ്ജു സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാ വിഭാഗങ്ങൾക്കും വലിയ രീതിയിൽ സ്വാധീനമുള്ള മണ്ഡലമാണ് തൃശ്ശൂർ. പ്രത്യേകിച്ച് ക്രൈസ്തവ വോട്ടുകൾ തൃശ്ശൂർ നഗരത്തിൽ മൊത്തം ക്രൈസ്തവ വോട്ടുകൾക്ക് ഈ മണ്ഡലത്തിൽ നിർണായക സ്വാധീനമുണ്ട്. മുസ്ലിം വോട്ടുകൾക്ക് മണ്ഡലത്തിൽ നിർണായക സ്വാധീനമുണ്ട്. അങ്ങനെ ഒരു കേരളത്തിന്റെ മൊത്തം ഒരു പരിച്ഛേദം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പെടാവുന്ന അല്ലെങ്കിൽ ഒരു മണ്ഡലമാണ് തൃശ്ശൂർ എന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല തൃശ്ശൂരിന്റെ ഇത്തവണത്തെ വോട്ടിംഗ് അത് എങ്ങനെയെന്ന കാര്യത്തിൽ ഈ പ്രചാരണ രംഗത്ത് ഉള്ളതുപോലെ തന്നെ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. ആര് വിജയിക്കുമെന്ന് അത്രമേൽ ശക്തമായ പോരാട്ടം തൃശ്ശൂരിൽ നടക്കുന്നു. കഴിഞ്ഞ കാലങ്ങളുടെ ഒരു സ്വഭാവം ഈ മണ്ഡലത്തിന്റെ എടുത്തു കഴിഞ്ഞാൽ 98 മുതലുള്ള സ്വഭാവം എടുത്തു കഴിഞ്ഞാൽ UDF-നെയും LDF-നെയും മാറി മാറി ഓരോ തവണയിൽ കൂടുതൽ വിജയിപ്പിക്കാത്ത അല്ലെങ്കിൽ മാറി മാറി വിജയിപ്പിക്കുന്ന മണ്ഡലമാണ്. അവിടെയാണ് പക്ഷേ അത് രാകേഷ് അങ്ങനെ മാറി മാറി വിജയിപ്പിക്കുന്ന ഒരു മണ്ഡലം സമീപകാലത്ത് ഞങ്ങൾ തുടക്കത്തിലും അക്കാര്യം പറഞ്ഞിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണല്ലോ TN പ്രതാപനെ ഇത്തവണ പരീക്ഷിക്കേണ്ട എന്ന ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയത്. മുരളീധരൻ വന്നതോടുകൂടി ഈ ചിത്രത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. അങ്ങനെ തന്നെയാണോ? ആ രീതിയിൽ ഒരു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം UDF മുന്നണിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഒരു ഉണർവിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കൂടുതൽ മുസ്ലിം വോട്ടുകൾ പോലും അല്ലെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകൾ പോലും ഒരു പോളറൈസേഷൻ ഉണ്ടാകും മുരളീധരൻ വന്നതിന് ശേഷം. അങ്ങനെ ഒരു പ്രതീക്ഷ അവിടെ തുടർച്ചയായ 2 തവണ UDF-ന് കൈകൊടുക്കാൻ പോകുന്നു തൃശ്ശൂർ. അങ്ങനെ ഒരു പ്രതീതിയിലേക്ക് വരുമെന്നാണോ? അങ്ങനൊരു വിലയിരുത്തൽ എത്താൻ കഴിയില്ല. കാരണം സുനിൽകുമാർ ആയാലും K മുരളീധരനായാലും സുരേഷ് ഗോപി ആയാലും ജനങ്ങൾക്കേറെ പരിചിതരാണെന്ന കാര്യത്തിൽ തർക്കമില്ല. മാത്രവുമല്ല മുരളീധരനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിൽ പണ്ട് അദ്ദേഹം തോറ്റിട്ടുണ്ട്, വടക്കാഞ്ചേരിയിലും പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും സമീപകാലത്തായി മുരളീധരന്റെ ഒരു ഇമേജ് അങ്ങനെയല്ല. പ്രത്യേകിച്ച് ക്രൈസിസ് മാനേജർ എന്ന് വിശേഷിപ്പിക്കാവുന്ന തലത്തിലേക്ക് മുരളീധരൻ പല ഘട്ടങ്ങളിലും ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ വടകരയിൽ മത്സരിക്കാൻ പറയുമ്പോൾ അദ്ദേഹം വടകരയിൽ മത്സരിക്കുന്നു, അവിടെ വിജയിക്കുന്നു. അതിനുശേഷം നേമത്തേക്ക് മത്സരിക്കാൻ ആവശ്യപ്പെടുമ്പോൾ പോകുന്നു. ഏറ്റവും ഒടുവിൽ പത്മജ വേണുഗോപാൽ BJP-യിൽ ചേരുമ്പോൾ അപ്രതീക്ഷിതമായി മുരളീധരൻ ഇവിടെ എത്തുന്നു. TN പ്രതാപൻ ഏതായാലും ആദ്യഘട്ടത്തിൽ പ്രചാരണമൊക്കെ ആരംഭിച്ചതാണ്. അപ്പോൾ ഒരു ഇമേജ് ഉള്ള അല്ലെങ്കിൽ കുറച്ചുകൂടിയും കേരളത്തിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളിൽ ഒരാളെന്ന ഒരു ഇമേജ് K മുരളീധരൻ ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ മുരളീധരന്റെ വരവ് പ്രത്യേകിച്ച് UDF ക്യാമ്പിന് മുൻപുണ്ടായിരുന്നതിനേക്കാൾ ആത്മവിശ്വാസം നൽകി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മറുവശത്ത് VS സുനിൽകുമാറിന്റെ കാര്യം എടുക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. കാരണം തൃശ്ശൂർ നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് UDF-ന്റെ ഒരു കുത്തക മണ്ഡലമാണ്. ആ മണ്ഡലം പിടിച്ചെടുത്ത സുനിൽകുമാർ 2014 ആ മണ്ഡലം പിടിച്ചെടുത്ത സുനിൽകുമാറാണ്. അങ്ങനെ ഒരു ഇമേജ് സുനിൽകുമാറിനും ഏതായാലും ഉണ്ട്. മാത്രമല്ല മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വിജയിച്ച വ്യക്തി എന്നൊരു ഇമേജ് സുനിൽകുമാറിനുണ്ട്. തൃശ്ശൂരിൽ നല്ല ബന്ധങ്ങളുണ്ട്. അവിടേക്കാണ് സുരേഷ് ഗോപി ഏതായാലും മത്സരിക്കുന്നത്. കാരണം 2014 KP ശ്രീശൻ 1,02,000 വോട്ടുകൾ മാത്രം ഉണ്ടായിരുന്ന മണ്ഡലത്തിൽ നിന്നാണ് കഴിഞ്ഞ തവണ അത് 293 എന്ന നിലയിലേക്ക് സുരേഷ് ഗോപി എത്തിച്ചത്. പക്ഷേ അപ്പോൾ പോലും എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ 1,97,000 വോട്ടുകൾ മാത്രമാണ് 7 നിയമസഭാ മണ്ഡലം. അത് ഗുരുവായൂരിൽ BJP-ക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. പക്ഷെ മറ്റ് 6 മണ്ഡലങ്ങൾ എടുക്കുകയാണെങ്കിൽ 1,97 BJP-യുടെ വോട്ടിംഗ് പാറ്റേൺ. മാത്രമല്ല 2009 മുതലുള്ള ഈ മണ്ഡലത്തിന്റെ ഒരു
വിജയിച്ച സ്ഥാനാർത്ഥികളുടെ വോട്ടിംഗ് കണക്കെടുക്കുകയാണെങ്കിൽ 385 മുകളിൽ നേടിയ സ്ഥാനാർത്ഥി മാത്രമാണ് വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ 293 നിന്ന് ഏതാണ്ട് 1 ലക്ഷം വോട്ടുകൾ നേടിയെടുത്താൽ മാത്രമല്ല ഇത്തവണ ഒരു 1 ലക്ഷത്തിൽ പരം വോട്ടുകൾ കൂടുതലായിട്ടുണ്ട് ഇത്തവണ തൃശ്ശൂർ മണ്ഡലത്തിൽ. അപ്പോൾ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു 90,000-നും 1 ലക്ഷത്തിനും ഇടയ്ക്ക് വോട്ടുകൾ കൂടുതൽ വേണ്ടി വരും. അതായത് 293 നിന്ന് ഒരു 380-ലേക്കെങ്കിലും സുരേഷ് ഗോപിക്ക് തന്റെ വോട്ടുകൾ കൂട്ടേണ്ടി വരും. ഇത് എത്രമാത്രം സാധ്യമാകും എന്നുള്ളതാണ്. മാത്രമല്ല VS സുനിൽകുമാർ ഒരു തെരഞ്ഞെടുപ്പിലും തോൽക്കാത്തയാൾ എന്ന ഇമേജ് ഉള്ള കരുണാകരനെ തോൽപ്പിച്ച, മുരളീധരനെ തോൽപ്പിച്ച VV രാഘവന്റെ ശിഷ്യൻ കൂടിയാണ് VS സുനിൽകുമാർ ഇത്തവണ. പക്ഷെ കരുവന്നൂർ, ആ ഒരു ചോദ്യം കൂടി, കരുവന്നൂർ ഏത് തരത്തിൽ കൂടിയാണ് നിർണായകമാകാൻ പോകുന്നത് രാകേഷ്? UDFനെ സംബന്ധിച്ചിടത്തോളം ആ വോട്ടുകൾ ഒല്ലൂർ, നേരത്തെ പറഞ്ഞ ഒല്ലൂർ, പുതുക്കാട്, നാട്ടിക ആ മണ്ഡലങ്ങളിലുള്ള വോട്ടുകൾ UDF ക്യാമ്പിലേക്ക് വരുമെന്നുള്ള ഒരു പ്രതീക്ഷ. കരുവന്നൂർ വിഷയത്തിൽ മാർച്ച് നടത്തിയ BJP സുരേഷ് ഗോപിക്ക് ആ ഒരു മൈലേജ് നരേന്ദ്രമോദി ഇപ്പോൾ സ്വാധീനിക്കുന്ന മണ്ഡലങ്ങൾ തൃശ്ശൂരിലുണ്ട്. അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം തലവേദന തന്നെയാണ്. അത് ഏത് തരത്തിൽ കൂടി ഒരു കാര്യം കൂടിയുണ്ട്, ഈ ഭരണവിരുദ്ധ വികാരം കൂടി വോട്ടായി മാറുമെന്നുള്ള പ്രതീക്ഷയുണ്ടല്ലോ BJPക്കും അതുപോലെ തന്നെ UDFനും. അത് എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ടാവാം? കരുവന്നൂർ ഏതായാലും സുരേഷ് ഗോപി മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളെയും വെച്ച് നോക്കുകയാണെങ്കിൽ ഏറെ നാൾ മുമ്പ് പ്രചാരണം തുടങ്ങിയതാണ്. കരുവന്നൂരിൽ നിന്ന് തൃശ്ശൂരിലേക്ക് ഒരു പദയാത്ര പോലും അദ്ദേഹം നടത്തുകയുണ്ടായി. മാത്രവുമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ പ്രചാരണത്തിലെല്ലാം തന്നെ കരുവന്നൂർ ഇടം പിടിക്കുന്നുണ്ട്. അത് തൃശ്ശൂർ കുന്നംകുളത്ത് നടത്തിയ റാലിയിലോ അല്ലെങ്കിൽ വനിതാ സംഗമത്തിലോ ഒന്നും മാത്രമല്ല, മറിച്ച് മറ്റിടങ്ങളിലും തിരുവനന്തപുരത്തൊക്കെ പ്രചാരണ യോഗങ്ങളിൽ ഉന്നയിക്കുന്നത് കരുവന്നൂർ തന്നെയാണ്. അടുത്തിടെ നൽകിയ അഭിമുഖങ്ങളിലൊക്കെ തന്നെ പ്രധാനമന്ത്രി ഇത് ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കരുവന്നൂരിൽ ഒരു ഇടപെടൽ ഏതായാലും നടത്തും. നിക്ഷേപകർക്ക് പണം നൽകുമെന്നൊരു വാഗ്ദാനമുണ്ട്. പ്രത്യേകിച്ച് ഈ സൂചിപ്പിച്ച പോലെ തന്നെ പുതുക്കാട്, ഇരിങ്ങാലക്കുട ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ, ഈ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF വിജയിച്ചു തന്നാണ്. 7-7 2019 14 LDF വിജയിച്ചതാണ്. അപ്പോൾ പോലും ഈ കരുവന്നൂർ അടക്കമുള്ള വിഷയങ്ങൾ ഏത് തരത്തിൽ ബാധിക്കുമെന്നുള്ളത് നിർണായകമാണ്. ആ വോട്ടുകൾ ഏത് മുന്നണിയിലേക്ക് പോകും എന്നുള്ളത്, പ്രത്യേകിച്ച് നിക്ഷേപകരുടെ കേരളത്തിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി മാറുകയാണ്. അതുകൊണ്ടാണ് കൂടുതൽ സമയം തൃശ്ശൂരിന് വേണ്ടി ചെലവഴിച്ചത്. 13 ലക്ഷത്തിനടുത്തുള്ള വോട്ടർമാർ ഒരുപക്ഷെ വ്യക്തിപ്രഭാവം അനുസരിച്ചും വോട്ട് ചെയ്യുന്ന മണ്ഡലം, ഇടതാണോ വലതാണോ പ്രതീക്ഷിക്കാൻ കഴിയാത്ത വമ്പന്മാർ അടിപതറിയിട്ടുള്ള മണ്ഡലം. ഇതെല്ലാം ജനങ്ങൾ എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്? തൃശ്ശൂരിലെ വോട്ടർമാരുടെ ഒരു പ്രതികരണം പെട്ടെന്ന് കാണാം. ആര് ജയിക്കുന്നത് കണ്ടറിയുന്നല്ലോ. പ്രത്യേകിച്ചൊന്നും അറിയില്ല. ഓരോരുത്തരുടെ രീതിക്ക് ജയിക്കാൻ നോക്കുന്നുണ്ട്. അതനുസരിച്ചിട്ട് അവരുടെ കഴിവ് പോലെ ജയിക്കും. അത്യാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തേനും വെച്ച് സുരേഷ് ഗോപിനെ കുറച്ചും കൂടി പൊക്കിക്കൊണ്ടുവരുന്നുണ്ട് ആളിനെ. അപ്പൊ നോക്കുമ്പോ മേ ബി ആള് ജയിക്കാതിരിക്കും. LDF UDF ആണ് മത്സരം. ഇവിടെ സുനിൽകുമാർ ജയിക്കും. ഞാൻ BJP ഞാൻ സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരും ജയിക്കട്ടെ. ഞാൻ NDയുടെ പ്രവർത്തനമാണ്. സുരേഷ് ഗോപിയുടെ ആളാണ്. പറയാണ്ട് ഞങ്ങൾക്ക് സുനിൽകുമാർ ജയിക്കണം. അങ്ങനെ ഞങ്ങൾക്ക് താല്പര്യം. എനിക്കിട്ടാ ആരെ ജയിക്കുന്ന വെച്ചാൽ നമുക്കൊന്നും പറയാൻ കഴിയില്ല. അത് ജനങ്ങളുടെ കയ്യിലല്ലേ. എന്നാലും ആരെ ജയിക്കുന്ന വെച്ചാൽ CPM വരുള്ളൂ നമ്മളവർക്ക്. എന്താ പറയാ, BJP ആയിരിക്കും വിചാരിക്കുന്നത്. സുനിൽകുമാർ ജയിക്കും. ട്രെൻഡ് എന്ന് പറയുമ്പോൾ സുരേഷ് ഗോപി ജയിക്കുമെന്നാണ് എൻ്റെയും പ്രതീക്ഷ. എന്നാൽ 2019 പോലെ ഒരു വലിയ തരംഗമൊന്നും വീശിയില്ലെങ്കിൽ തൃശ്ശൂരിൽ ആര് ജയിക്കുമെന്ന കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ടാണ് പ്രവചനം. അത് മാത്രമല്ല ഒരു നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് ആണ് ഇപ്പോഴത്തെ രൂപത്തിൽ വരികയാണെങ്കിൽ. അല്ലെ, സുരേഷ് ഗോപി ആദ്യം ഒരു വലിയ രീതിയിൽ അവതരിച്ചു എങ്കിൽ പോലും പിന്നീട് അതിന് മങ്ങലേറ്റു. ഇപ്പോഴും ഉയർന്നു വരികയാണ്. സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിൽ അവിടെ ഒരു തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ അതൊരു വലിയ ക്ഷീണമായിരിക്കും ദേശീയ തലത്തിൽ പോലും എന്നുള്ളൊരു കാര്യം. അല്ല, സുരേഷ് ഗോപി എന്ന ഒരു ഇമേജിലാണ് തൃശ്ശൂർ എന്ന മണ്ഡലം ബിൽഡ് ചെയ്യുന്നത്. കാരണം ഈ A ക്ലാസ് മണ്ഡലങ്ങൾ തന്നെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ തൃശ്ശൂരിനെയാണ് ഏറ്റവും കൂടുതൽ വിജയസാധ്യത എന്ന രീതിയിൽ പറയുന്നത്. പക്ഷേ സുരേഷ് ഗോപി അവിടെ മത്സരിച്ചില്ലായിരുന്നുവെങ്കിൽ തൃശ്ശൂർ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു A ക്ലാസ് മണ്ഡലം പോലുമല്ല. കാരണം 1 ലക്ഷത്തിൽ പരം 1,02,000 വോട്ടായിരുന്നു 2014 ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് ഇത്രയും നരേന്ദ്രമോദിയുടെ തുടർ സന്ദർശനങ്ങൾ, മോദിയുടെ ഗ്യാരണ്ടി, ഒരു കേന്ദ്രമന്ത്രി, തൃശ്ശൂരിന് ഒരു കേന്ദ്രമന്ത്രി എന്ന പ്രചാരണമാണ് ഫ്ലക്സ് ബോർഡുകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത്. ആ പ്രതീക്ഷ BJPക്ക് ഉണ്ടാകുമോ? CPIയുടെ പ്രതീക്ഷ ഇത്തവണ ഏത് തരത്തിലാകും? ഒപ്പം
കരുണാകരനെ 1996 മുതൽ ഇങ്ങോട്ട് കളത്തിൽ ഇറങ്ങി. തുടർച്ചയായിട്ട് ഒരു മുന്നണിയെ 2 തവണ വിജയിപ്പിക്കാത്ത തൃശൂർ മണ്ഡലം. അങ്ങനെ വരികയാണെങ്കിൽ അത് അവിടെ സാധ്യത കൂടുന്നത് VS സുനിൽകുമാറിനോ സുരേഷ് ഗോപിക്കോ ആണ്. അവിടെ ഇപ്പോൾ മുരളീധരന് പിന്നോട്ട് പോകേണ്ടി വന്നേക്കാം. അതേസമയം തന്നെ അതിനു മുൻപ് ഒരേ മുന്നണിയെ തന്നെ 2 തവണ തെരഞ്ഞെടുത്ത പാരമ്പര്യവും തൃശ്ശൂരിനുണ്ട്. എന്തായാലും തൃശ്ശൂരിന്റെ പ്രവചനാതീതമായ ഒരു മത്സരം തന്നെ തൃശ്ശൂർ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് പോകേണ്ടത് പൊന്നാനിയിലേക്കാണ്. 77 ശേഷം ലീഗ് അല്ലാതെ ആരും ജയിക്കാത്ത ഒരു മണ്ഡലം. സംസ്ഥാനത്ത് ഇപ്പോൾ 20 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏറ്റവും സസ്പെൻസ് ഇല്ലാത്ത ഒരു മണ്ഡലമായിട്ട് പൊന്നാനി മാറുകയാണ്. അബ്ദുൾ സമദാനി എന്ന ഒരു ജനകീയനായ നേതാവ് കൂടിയാണ്. അതെ, ഇടതുപക്ഷം പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഹാട്രിക് നേടിയ AT മുഹമ്മദ് ബഷീറിനെ മാറ്റിക്കൊണ്ട് സമദാനി എത്തിയിരിക്കുന്ന മണ്ഡലം. അങ്ങനെ പല വിഷയങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ. പക്ഷേ ഇതിൽ സസ്പെൻസ് ഇല്ല പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം എന്നുള്ള കാര്യം. പൊന്നാനിയിലെ വിശേഷങ്ങളിലേക്ക് വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. സാഹചര്യം